ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് SIT കണ്ടുപിടിക്കട്ടെ. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണ്. അത് ആരെന്നുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ 161 അനുസരിച്ച് SITയുടെ മുമ്പിൽ പറയുകയുണ്ടായി. അവരതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ ഇഴകേറി പരിശോധിക്കാൻ ഇടതുമുന്നണി. LDF യോഗം മറ്റന്നാൾ ചേരും. മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് UDF. വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തിനടക്കമുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് KPC അധ്യക്ഷൻ. നേട്ടം സ്വന്തമാക്കിയ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കി. അണിയറയിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന് BJP രംഗത്ത് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നേട്ടം കൈവരിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി വിപുലീകരണം അടക്കം ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി UDFൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിൽ എത്തിയതായാണ് സൂചന. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. അതേസമയം BJP ആകട്ടെ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ ഒരു മുഴം മുമ്പേ തുടങ്ങിയിരിക്കുകയാണ്. നിയമസഭയിൽ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ഏത് വിധേനയും ആ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചതായാണ് സൂചന. നിയമസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ഉണ്ടാകും. തിരുവനന്തപുരത്തടക്കം അത് ആവർത്തിക്കും എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പഠനങ്ങൾ നടത്തിയതിനു ശേഷം സർവേകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് BJP നേതൃത്വം കടന്നിരിക്കുന്നതും. അതേസമയം CPM ആകട്ടെ ക്ഷേമ പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിന്റെ ഞെട്ടലിലാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നതും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയുമൊക്കെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തടക്കമുണ്ടായ തിരിച്ചടികളുടെ ഇഴകേറിയുള്ള പരിശോധന ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി LDFന്റെ മുന്നണി യോഗം അടുത്ത ചൊവ്വാഴ്ച ചേരുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ട അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തുടർ ഭരണം ലക്ഷ്യമാക്കി തന്നെ പാർട്ടിയെ സജ്ജമാക്കുകയെന്ന വലിയ ദൌത്യമാണ് CPMന് മുമ്പിലുള്ളത്. LDF ആകട്ടെ സമാനമായ തരത്തിൽ മുന്നണിയിലെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ CPI അടക്കം വ്യത്യസ്തമായ നിലപാട്, അതായത് ചില അഴിച്ചുപണികൾ വേണമെന്ന് പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതാണ് LDFന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ആ ഒരു പശ്ചാത്തലത്തിൽ